ഇസ്രായേൽ ഇറാൻ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുമ്പോൾ എണ്ണ വിപണിയിൽ തീ പടരുമെന്നാണ് പൊതുവിലുള്ള ആശങ്ക. എണ്ണയുടെ തീ വിലയെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സംസാരിക്കും. ഇസ്രായേൽ ഇറാൻ യുദ്ധം ആരംഭിച്ച ഉടനെ തന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എണ്ണവിലയെ തന്നെയാണ്. ക്രൂഡ് ഓയിൽ പ്രൈസസ് ഏതാണ്ട് 7 മുതൽ 8% വരെ കൂടി. ഇപ്പോൾ ഈ ദിവസത്തെ കണക്കെടുത്താൽ അത് 10%-ലധികമാണ്. ഇനിയും കൂടുമെന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ യുദ്ധം ഉടൻ അവസാനിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്ലൈ ഡിസ്റപ്ഷൻ ഉണ്ടാവും. കാരണം സുഗമമായിട്ട് ഈ എണ്ണ വിതരണം ചെയ്യപ്പെടുന്നത് ഉണ്ടാവില്ല. അത് തടസ്സപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണ വില ഉയരും. കാരണം ഈ സപ്ലൈ ഡിമാൻഡ് ഫാക്ടറിൽ ഷേക്ക് സംഭവിച്ചല്ലോ. ഇപ്പം തന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യുദ്ധത്തിന് മുമ്പ് തന്നെ എണ്ണ വില കൂടിത്തുടങ്ങിയിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് USA-യിലെ ഈ കരുതൽ ശേഖരം കുറയുന്നു എന്ന വാർത്ത വന്നതാണ്. അപ്പോൾ അവരുടെ USA-യിലെ ഓയിൽ ഇൻവെൻട്രീസ് കുറയുന്നത് വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ തന്നെ വില നേരത്തെ കൂടിയിരുന്നു. അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ യുദ്ധം വന്നത്. യുദ്ധം വന്നതോടുകൂടി പ്രശ്നം കൂടുതൽ കലുഷിതമായി. ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വില വളരെയധികം കൂടി. ബ്രന്റ് ക്രൂഡ് ഓയിൽ നമ്മളുടെ ഉപയോഗിക്കുന്ന ഒരു ബെഞ്ച് മാർക്കാണ്. അത് വളരെയധികം കൂടുകയുണ്ടായി. അതിരിക്കട്ടെ, എന്താണ് ഈ ബ്രന്റ് ക്രൂഡ് ഓയിൽ? നമുക്ക് എന്തിനും ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവണം. നമ്മളൊരു ബെഞ്ച് മാർക്കായിട്ട് ഇപ്പോൾ പരിഗണിച്ച് വെച്ചിരിക്കുന്നത് 3 ടൈപ്പ് ഇൻഡെക്സുകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ബ്രന്റ് ക്രൂഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊന്നാണ് വെസ്റ്റ് ടെക്സാസ് ഇൻ്റർമീഡിയറ്റ്, പിന്നെ ദുബായ് ഒമാൻ ബേസ്ഡുള്ള മറ്റൊരു ഇൻഡെക്സ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബ്രന്റ് ക്രൂഡ് ഇൻഡെക്സ് ആണ്. അത് നോർത്ത് സീ ഓയിൽ ഫീൽഡ്സിൽ നിന്ന് ഡ്രിൽ ചെയ്യപ്പെടുന്ന എണ്ണയുടെ ഒരു കോമ്പോസിറ്റാണ്. ആ കോമ്പോസിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നിശ്ചയിക്കുന്ന വില സൂചികയാണ് ഈ ബ്രന്റ് ക്രൂഡ് എന്ന് പറയുന്നത്, ബ്രന്റ് ക്രൂഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെസ്റ്റ് ടെക്സാസ് ഇൻ്റർമീഡിയറ്റും ഉണ്ട്. അതാത് പ്രദേശങ്ങളിലെ ശരിക്കും ഇതിനെ ബ്രന്റ് കോംപ്ലക്സ് എന്നും പറയാറുണ്ട്. കാരണം ഒരു കൂട്ടം എണ്ണകളുടെ ഒരു കോമ്പോസിറ്റ് ആണ് ഇത്. അതിൻ്റെ ഒരു ഇൻഡെക്സാണ് ഈ ബ്രന്റ് ക്രൂഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഈ സംഘർഷം തുടർന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കും എന്നാണല്ലോ ഇറാൻ്റെ ഭീഷണി. അതെങ്ങനെയായിരിക്കും ബാധിക്കുക? എന്താണെന്ന് വെച്ചാൽ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ഇറാന്, പിന്നീട് UAE, സൗദി അറേബ്യയിലുള്ള അറേബ്യൻ പെനിൻസുലയിൽ നിന്നിട്ടുള്ള എണ്ണ ഇങ്ങനെ ഷിപ്പ് ചെയ്യുന്നത്. ഷിപ്മെൻറ്റ്സ് അവിടെ നിന്നാണ് വരുന്നത്, ഈ ഹോർമൂസ് കടലിടുക്കിൽ നിന്നിട്ടാണ്. അപ്പോൾ ഇന്ത്യ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നതും അതിനെ തന്നെയാണ്. അപ്പോൾ ഇത് അടച്ചാലും അടച്ചില്ലെങ്കിലും അവിടെ സംഘർഷം തന്നെ ഉണ്ടാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഷിപ്മെൻറ്റിനെ തടസ്സപ്പെടുത്തും. അങ്ങനെ ഷിപ്മെൻറ്റ് തടസ്സപ്പെടുത്തി പറഞ്ഞിരുന്നാൽ പിന്നെ കേപ്പ് ഗുഡ് ഹോപ്പിലൂടെ വേണം വരേണ്ടത്. അത് വരുമ്പോൾ 10 മുതൽ 15 ദിവസം അധികം എടുക്കും. $500 മുതൽ $1000 വരെ അധികം എക്സ്പെൻസ് ആവും. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ്, എക്സ്പോർട്ട് കോസ്റ്റ് ഒരു 40% മുതൽ 50% വരെ കൂടും. ഇങ്ങനെ എക്സ്പോർട്ട് കോസ്റ്റ് കൂടിക്കഴിഞ്ഞ് തീർന്നാൽ നമ്മളുടെ ഉൽപ്പാദന ചെലവ് കൂടിയെന്ന് നിർത്താം. അങ്ങനെ വരുമ്പോൾ ഒരു എനർജി കോസ്റ്റ് ഇൻക്രീസ് എന്ന് പറയുന്ന സാധനം വരികയും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ചിട്ട് പിന്നീട് ഇൻഫ്ലേഷനെ ഇമ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ വരും. അത് നമ്മുടെ ഇൻഫ്ലേഷൻ ത്വരിതപ്പെടുത്തും. ഇപ്പം നമ്മൾ തന്നെ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിൽ പോകുന്നതിനൊരു വിഘാതം ഉണ്ടാകും, ഒരു തടസ്സം നേരിടും. അപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് 20%, ലോകത്തിലെ 20% LNG പിന്നീട് ഷിപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് മൊത്തം ഓയിലിൻ്റെ 1/5 അതിലൂടെയാണ്, ഈ കടലിടുക്കിലൂടെയാണ് വരുന്നത്. അത് വന്നിട്ട് വേണം നമുക്ക് പ്രധാനപ്പെട്ട കടലിലൂടെ വന്നിട്ട് ഇവിടെ പിന്നീട് ഷിപ്പ് ചെയ്യപ്പെടേണ്ടത്. അതിന് വലിയ തടസ്സം സൃഷ്ടിക്കും. അപ്പോൾ ഹോർമൂസ് കടലിടുക്കെന്ന് പറയുന്നത് ഇവിടുത്തെ നിർണായകമായ ഒരു സാധനമാണ്. അത് ഇറാൻ അടച്ചാലും അടച്ചില്ലെങ്കിൽ തന്നെയും യുദ്ധം രൂക്ഷമായി കഴിഞ്ഞ് തീർന്നാൽ പ്രശ്നം തന്നെയാണ്, അതിൻ്റെ സപ്ലൈക്ക് ബാധിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാഹചര്യത്തിൽ ഇറാൻ ഇന്ധനവില വർദ്ധിപ്പിച്ചാൽ അതനുസരിച്ച് മറ്റ് ഒപെക് രാജ്യങ്ങളും ഇന്ധനവില വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇതൊരു പിന്നീട് കോംപ്ലക്സ് സിറ്റുവേഷൻ ആണല്ലോ. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം, പിന്നീട് സൗദി അറേബ്യയും ഒപെക് പ്ലസ് രാജ്യങ്ങളൊക്കെ കുറച്ച് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ടുള്ള തീരുമാനം ഉണ്ടായി. അപ്പോൾ പിന്നീട് ഇറാൻ മറ്റു ചില തീരുമാനങ്ങളെടുത്തു.
ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബാലൻസ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത് പോകുന്ന അവസ്ഥകളുണ്ട്. അവരെടുക്കുന്ന തീരുമാനത്തിന് കുറച്ച് എതിരായിട്ട് ഇവരെടുക്കും. അങ്ങനെ ഇത് ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. പക്ഷേ ഈ എണ്ണ വില കൂടുന്നത് ഇറാൻ കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും സ്വാഭാവികമായ ഒരു വർധനവുണ്ടാകുന്നു. ആ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ യുദ്ധം കൊണ്ടിട്ടുണ്ടാകുന്ന വർധനവ്, പിന്നീട് USA ഈ പറഞ്ഞതുപോലെ കരുതൽ ശേഖരം കുറയുന്നു എന്നുള്ള വാർത്ത ഇനിയും കൂടുതൽ വന്നാലുണ്ടാകുന്ന വർധനവ്, ഒപ്പം ഇറാൻ ഇനി കൂട്ടുകയും കൂടി ചെയ്തു കഴിഞ്ഞ് തീർന്നാൽ അത് ലോകരാജ്യങ്ങൾക്ക് പ്രശ്നമാകും. ഇപ്പം തന്നെ സ്വാഭാവികമായിട്ട് കണക്കാക്കുന്ന ഇത് $100 എത്തുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉക്രൈൻ റഷ്യ യുദ്ധമുണ്ടായപ്പോഴുണ്ടായ ഏറ്റവും ഉയർന്ന വിലയിലേക്ക് നമ്മളിപ്പോഴും എത്തിയിട്ടില്ല. 100 ആയിരുന്നാലും അതിലേക്ക് എത്തുന്നില്ല. 100-ന് പുറത്ത് പോയിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷേ $100 ഇപ്പോൾ എത്തുന്നത് മൊത്തത്തിൽ ലോക രാജ്യങ്ങളിലെല്ലാം സാമ്പത്തിക അവസ്ഥ മോശമാണ്. അപ്പം നമ്മളെ മോശമായ സാമ്പത്തിക അവസ്ഥയിൽ 100 തന്നെ നമുക്ക് 130-നേക്കാളും കഠിനമാകുമെന്നുള്ളത് ഓർക്കണം. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും, നമ്മുടെ സാമ്പത്തിക വളർച്ചയെ വല്ലാണ്ട് ഞെരുക്കും. ഈ ഇന്ത്യ ഏതെല്ലാം രാജ്യങ്ങളിലാണ് പ്രധാനമായും ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നത്? ഇന്ത്യ പ്രധാനമായിട്ടും ഇറക്കുമതി ചെയ്യുന്ന കുറച്ച് ഇറാനിലുണ്ടെങ്കിലും കൂടുതൽ നമ്മൾ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ചെയ്യുന്നുണ്ട്. റഷ്യയുണ്ട്. ഇത്തരം രാജ്യങ്ങളാണ് നമുക്ക് മുഖ്യമായിട്ടും ഉള്ളത്. ഇറാനിൽ നിന്നുമുണ്ട്. പക്ഷേ കടുത്ത ആശ്രയം നമുക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. അത് റഷ്യ ആയിരുന്നാലും സൗദി അറേബ്യ, മറ്റ് രാജ്യങ്ങളിലൊക്കെ അറേബ്യൻ ബെൽറ്റിൽ നിന്ന് നമുക്കുണ്ട്. അതാണ് നമുക്ക് അതുകൊണ്ടിട്ട്, കാരണം നമ്മുടെ 80% പിന്നീട് ക്രൂഡും ഇറക്കുമതിയാണ്. നമുക്ക് 20% ഉള്ളൂ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ഇറക്കുമതി ആശ്രയിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ പശ്ചിമേഷ്യയെ ചുറ്റിപ്പറ്റിയുള്ള രാജ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വലിയ ഭീഷണി ഉണ്ടാവും. ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ധന വിതരണത്തിലൊരു തടസ്സം നേരിട്ടാലും നമുക്ക് ആവശ്യമായ കരുതൽ ശേഖരമുണ്ടോ? നമുക്ക് അത്യാവശ്യം കരുതൽ ശേഖരമുണ്ടെന്നാണ് അഭിപ്രായപ്പെടുന്നത്. പക്ഷേ എന്നാൽ എത്ര ദിവസത്തേക്കെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിലൊരു വ്യക്തതയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് പ്രശ്നമുണ്ടാവും. ഈ യുദ്ധം നീണ്ടു കഴിഞ്ഞിരുന്നാൽ, പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമായി കഴിഞ്ഞിരുന്നാൽ നമ്മുടെ എണ്ണയുടെ പിന്നീട് വിതരണത്തെ ബാധിക്കും, എണ്ണ വിലയെ ബാധിക്കും, നമ്മുടെ എനർജി കോസ്റ്റിനെ ബാധിക്കും. ഏറ്റവും വലിയൊരു പ്രശ്നം എനർജി കോസ്റ്റ് ആയിരിക്കും. തുടക്കം അവിടെ നിന്നിട്ടായിരിക്കും. എനർജി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷണറിയാണ്. കാരണം പെട്രോളും ഡീസലും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാത്ത സാധനങ്ങളില്ല. അപ്പോൾ ഫുഡ് മുതൽ മാനുഫാക്ചറിങ് പ്രോഡക്ട്സ് വരെ നമുക്ക് കത്തിക്കയറുന്ന വിലയാണ്. തീയെന്ന് പറയുന്നത് കടലിലെ തീ മാത്രമല്ല, ആകാശത്തിലെ തീ മാത്രമല്ല, കരയിലും തീയാകാൻ പോവുകയാണ്. ഉൽപ്പന്നത്തിൻ്റെ വിലയുടെ രൂപത്തിലാണെന്ന് മാത്രം.